നീ നോക്ക്, നേരം വെളുത്ത് എല്ലാവർക്കും വീട്ടിൽ പോവാം. ആന്റി രാത്രി ഭയങ്കര കൂർക്കം വലിയായിരുന്നു. അത് കാരണം രാത്രി ഉറക്കേ കിട്ടിയില്ല. എനിക്ക് ഉറക്കം കിട്ടിയില്ലടി. എപ്പോഴും AC റൂമിലല്ലേ കിടക്കുന്നേ. ഇവിടെ കിടന്നത് എന്റെ തലവിധി. അമ്മേ, രണ്ടുപേരും കൂടി ഇതുവരെ കൂർക്കം വലിച്ച് ഉറങ്ങായിരുന്നല്ലോ. എന്നിട്ട് ഉറങ്ങിയില്ലെന്ന് കള്ളം പറയാ. എഴുന്നിട്ട് റെഡിയാവ്, വേഗം പോണം. നിന്റെ ഭർത്താവ് എന്താടി ഇങ്ങനെ സംസാരിക്കുന്നേ? അല്ല, നിന്റെ അമ്മായി എന്താ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നേ? ശരി വാ, നമുക്ക് എഴുന്നേപ്പിക്കാം. വീട്ടിൽ പോവാനുള്ളതാ. വാ വാ. എടുത്തി 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 എഴുന്നേക്ക്. എന്തു പറ്റി ആന്റി? എന്തിനെങ്ങനെ ഒച്ച ഉണ്ടാക്കിയത്? എന്ത് പറ്റി സുമംഗലേ? എന്താ ഇളമ ഒച്ച വെച്ച്? ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? മുത്തശ്ശിക്ക് എന്ത് പറ്റി അമ്മ? അമ്മമ്മയ്ക്ക് ദേവി കോപം മോനെ. എന്ന് വെച്ചാ എന്താ മുത്തശ്ശ? ചിക്കൻ പോക്സ്. എന്റെ ഭഗവാനെ, തിരിച്ചു പോവാന്ന് വിചാരിച്ചപ്പോ എന്തൊക്കെയാ സംഭവിക്കുന്നേ? പെട്ടെന്ന് എന്താ ഇങ്ങനെ പറ്റിയത്? സമ്മറിൽ ചിക്കൻ ബോക്സ് വരുന്നത് കോമണാ. ഇനി വീട്ടിൽ എങ്ങനെയാ പോകുന്നേ? വിശന്നലഞ്ഞ് ഈ കാട്ടിൽ കിടന്ന് ചാവേണ്ടി വരുന്നാ തോന്നേ. അയ്യോ ദൈവമേ, എന്നെ ഇങ്ങനെ ചതിച്ചില്ലേ? ബഹളം വെക്കലേ സുമംഗലേ, ഒന്നും സംഭവിക്കില്ല. സ്വാമി. പറയൂ മകനെ. നമസ്കാരം സ്വാമി. ആരാ നിങ്ങളൊക്കെ? ഞങ്ങളുടെ കുലദൈവം അമ്മ മഹാമായെ ദർശിച്ച് വഴിപാട് പൂർത്തിയാക്കാൻ വന്നതാ. ഇന്നലെ മുതൽ തേടുന്നതാ. എന്നാൽ ക്ഷേത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മൂത്ത മകനും മരുമകൾക്കും വഴിതെറ്റിയിരിക്കുക. ഇപ്പൊ എന്റെ ഭാര്യയ്ക്ക് ദേവീ കോപം വന്നിരിക്കുന്നു. ഈ കാട്ടിനുള്ളിലെ ദേവീക്ഷേത്രം കണ്ടെത്താനായില്ലെങ്കിൽ നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേവി നിങ്ങളെ പരീക്ഷിക്കുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് വിചാരിച്ചതാ ഞങ്ങളുടെ തെറ്റ്. അതല്ലാതെ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുമംഗലി, എന്തായി പറയുന്നേ? പിന്നെ എന്ത് പറയാനായിട്ടാ? ഞങ്ങള് വേണ്ടാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു വന്നല്ലേ. ഇന്നലെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആകെ വലഞ്ഞു പോയി. രാത്രി ഈ കാട്ടില് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഭാസ്കർ മോനും ഭാവനയും വഴി തെറ്റിപ്പോയി. ഏട്ടത്തിക്ക് ഇപ്പൊ എങ്ങനെ സംഭവിച്ചു? ഏട്ടന്റെ നേർച്ചയ്ക്ക് വേണ്ടി എല്ലാരും കഷ്ടപ്പെട്ടോണ്ടിരിക്കുക. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അച്ഛൻ നേർച്ച നേർന്നത്. അതിലെന്ത് തെറ്റാ ഉള്ളത്?
തെറ്റല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ആ ദേവി നിങ്ങളെയൊക്കെ പരീക്ഷിക്കുക. നിങ്ങളിൽ ആരോ ആ ദേവിക്ക് കോപമുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ദേവി കോപമായി ഈ കാണുന്നത്. ക്ഷേത്രം കണ്ണിൽ കാണാതെ കുട്ടികൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അമ്മയെ ദർശിക്കാതെ തന്നെ നാട്ടിലേക്ക് മടങ്ങാമെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ അതിന് ഞാനും സമ്മതിച്ചു. ക്ഷേത്രത്തിലേക്ക് വരാനിറങ്ങിയവർ ദേവീ ദർശനം നടത്താതെ ചെയ്ത നേർച്ചയും നിവർത്തിക്കാതെ തിരിച്ചു പോകുന്നത് നല്ലതല്ല. അതുകൊണ്ടാ ഇങ്ങനെ. ഇനി എന്ത് സംഭവിച്ചാലും ശരി, ദേവീ ദർശനം നടത്തി നേർച്ചയെ നിവർത്തിച്ചിട്ടേ പോകാവൂ. ഇല്ലെങ്കിൽ ഈ കാട്ടിൽ നിന്നും മടക്കമുണ്ടാവില്ല. ആ ക്ഷേത്രം എവിടെയാണെന്ന് അങ്ങേക്ക് അറിയാമോ സ്വാമി? അറിയാം മോനെ. എന്നാൽ ഇത് ദേവിയുടെ പരീക്ഷണമായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ പാടില്ല. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഇന്നലെ രാത്രി മുതലേ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക സ്വാമി, പക്ഷെ കണ്ടെത്തിയില്ല. ദേവീ ദർശനം നടത്തണമെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ മോളെ. ആ ദേവി തന്നെ വഴികാട്ടിത്തരും. ആദ്യം ഇവർക്ക് വേണ്ട ചികിത്സകൾ നൽകിയിട്ട് പിന്നെ ക്ഷേത്രം എവിടെയാണെന്ന് അന്വേഷിക്കും. സുമംഗലി, നിന്റെ ചേട്ടത്തെ അടുത്തിരുന്ന് നോക്കുമല്ലോ. എനിക്ക് പേടിയായിട്ടാ, എന്നെ കൊണ്ട് പറ്റില്ല. മോളെ കാർത്തികേ, ആ പ്രോസസ് എനിക്കും അറിയില്ല അച്ഛാ. അച്ഛാ, ഞാൻ നോക്കിക്കോളാം. വസു അമ്മയെ നോക്കട്ടെ അഭി. നമുക്കെല്ലാവർക്കും ചേർന്ന് ക്ഷേത്രം അന്വേഷിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛാ. എല്ലാരും കൂടെ ഒരു വശത്തേക്ക് പോവാതെ നമ്മൾ ഓരോരുത്തരും ഓരോ സൈഡിലായിട്ട് പോയി അന്വേഷിക്കാം. ആരാണോ ക്ഷേത്രം കണ്ടുപിടിക്കുന്നത് അവർ മറ്റു ആൾക്കാരെ ഇൻഫോം ചെയ്യുക. അതെങ്ങനെയാട്ടാ പറയാൻ പറ്റുന്നേ? ഇവിടെ റേഞ്ച് ഒന്നും കിട്ടുന്നില്ലല്ലോ. സ്വാമി, അങ്ങയുടെ ബാഗിൽ അതുപോലത്തെ വേറെയും ശംഖുകളുണ്ടോ? ഉണ്ട് മോനെ. അതെല്ലാം ഞങ്ങൾക്ക് തരാമോ? എങ്കിലിത് ക്ഷേത്രത്തിലെ പൂജാരിക്ക് നൽകായിരുന്നു. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ. ശരി മോനെ, തന്നേക്കാം. വളരെ നന്ദി സ്വാമി. നിങ്ങൾ വിചാരിച്ച പോലെ നടക്കട്ടെ. നീ കുറച്ച് വേപ്പില കൊണ്ടുവരാമോ? ശരി എടുത്തി.
അച്ഛനും കുട്ടികളും അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണം. ഞങ്ങൾ പോയി ക്ഷേത്രം അന്വേഷിക്കാം. 4 ജോഡിയായിട്ട് നമുക്ക് പോവാം. ഞാൻ കിഴക്ക് വശത്തേക്ക് പോവാം, അഖില് തെക്ക് വശത്തേക്ക് പോകണം, ഇളയമയും കാർത്തികയും വടക്ക് ദിശയിലേക്ക് പൊയ്ക്കോളൂ. പിന്നെ വസുന്ധര, താൻ പടിഞ്ഞാറ് വശത്തേക്ക് പൊയ്ക്കോളൂ. ആരാദ്യം ക്ഷേത്രം കണ്ടുപിടിക്കുന്നോ അയാൾ ഈ ശംഖ് ഉച്ചത്തിൽ ഊതണം. ഈ ശബ്ദം വരുന്ന വശത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ? അമ്മയുടെ കൂടെ ഞാൻ ക്ഷേത്രം അന്വേഷിക്കാൻ പോവാച്ച. മുത്തശ്ശനും അനുവും കീർത്തിയും മുത്തശ്ശിയുടെ അടുത്ത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ ഉണ്ണി. ഞങ്ങള് സ്ത്രീകളല്ലേടാ, ഈ കാട്ടിൽ എവിടേക്ക് പോവാനാ? അതിന് ഞാനുണ്ടല്ലോ ആന്റി, പേടിക്കാതിരിക്കെ. എല്ലാരും ഓരോ ദിശയിലേക്ക് പോകണം. എത്രയും ന്ന് പറഞ്ഞത് മനഃപൂർവ്വം, അമ്മേ മനഃപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന കണ്ടില്ലേ? എനിക്കും അതേ ഫീലിംഗ് ആന്റി. ആ ക്ഷേത്രം എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ നരകം എവിടെയാണെന്ന് അറിയാൻ ശരി വാ അമ്മേ. എന്നെ കൊണ്ട് പറ്റില്ലടി. ഇന്നലത്തെ ക്ഷീണം പോലെ എനിക്ക് മാറിയിട്ടില്ല അമ്മേ. ഇന്ന് ഞാൻ മുഴുവൻ നടന്ന പിന്നെ എന്റെ അന്ത്യായിരിക്കടി അമ്മേ. എന്റെ അടുത്തേക്ക് ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ വരണായിരുന്നോ? ആ ക്ഷേത്രം കണ്ടെത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പോലും ഒന്നും കഴിച്ചില്ല. ഇന്നലെ വസുവേട്ടത്തി മാത്രമായിരുന്നു ഫാസ്റ്റിംഗ്. അമ്മേ, ഇന്ന് എല്ലാവരും ഫാസ്റ്റിംഗ് പോലെയാ തോന്നുന്നേ. ആന്റി എവിടെ?
വന്നിരിക്കുന്നേ? കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാടി. ഞാൻ വല്ലാതെ തളർന്നു. ഓക്കെ ഓക്കെ. എടി, ഓൾറെഡി ഞാൻ പേടിച്ചിരിക്കുക. പുലിയുടെ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കല്ലേ. ഞാൻ എപ്പോഴാ ആന്റി ശബ്ദം ഉണ്ടാക്കിയേ? ആന്റിയാണെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് നോക്കിയേ. ഞാനോ? നിന്നെ എന്താടി നാക്കുന്നത്? പുലി ആന്റി. നോക്ക്, അടുത്തേക്ക് വരരുത്. വേണ്ട, ഈ പുലി നമ്മളെ കൊല്ലാതെ വിടില്ലെന്നാ തോന്നുന്നേ. അയ്യോ, വരരുത്, അടുത്തേക്ക് വരരുത്. ഇവിടുന്ന് പോയിക്കോ, ഞങ്ങള് കേടാപേക്ഷിക്കാം. അമ്മേ, എന്താ ആന്റി? എന്ത് പറ്റി ആന്റി? എന്താ ആന്റി? നേരത്തെ പോകൂ, ഇപ്പൊ പാപ്പാ എന്ന് പറയുന്നേ. നിന്റെ പിന്നിൽ പാമ്പുണ്ട്. പാമ്പോ? അമ്മ, അയ്യോ, ഈ കാട് മുഴുവൻ പാമ്പും പുലിയാണല്ലോടേ. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ക്ഷേത്രം അന്വേഷിക്കാനൊന്നും എനിക്ക് പറ്റില്ലടേ. അയ്യോ, നോക്ക്, ഞാനൊരു പ്ലാൻ ആലോചിച്ചിട്ടുണ്ട്. എന്താ ആന്റി? എന്താ ഏട്ടാ ഇത്? എത്ര നേരമായിട്ട് അന്വേഷിക്കാം. ഇന്നലെ വൈകുന്നേരം തൊട്ടേ നമ്മൾ ഈ നടത്തം തുടങ്ങിയതാ. ഇതുവരെ അച്ഛനും അമ്മയും എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതാ ഭാവന എനിക്ക് മനസ്സിലാവാത്തെ. നമുക്ക് വഴിതെറ്റിയതാണോ അതോ ഇനി അവർക്ക് വഴിതെറ്റിയതാണോ എന്ന്. ഈ കാട്ടിലെ തുടക്കം അവസാനമൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. ഇന്നും ഇന്നലത്തെ പോലെ ഇരുട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും ഏട്ടാ? എനിക്കും അത് തന്നെ ഭാവന പേടിയായിരിക്കുന്നേ. ഫോണിലാണെങ്കിൽ സിഗ്നൽ കിട്ടുന്നേ ഇല്ല. ഇനി ദേവിയെ നമ്മൾ രക്ഷിക്കാനുള്ളൂ. ശരി വാ ഏട്ടാ. വാ നടക്കാം.